BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്ന് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം, അതനുസരിച്ച് കരാറുണ്ടാക്കണമെന്നും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ആശങ്കയുണ്ടാക്കുന്ന നടപടികളാണ് വരുന്നത്. കേന്ദ്രമന്ത്രിക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിട്ടുണ്ട്. വിദഗ്ധ സമിതിയിൽ കേരളത്തിന്റെ അംഗത്തെ പുനഃസ്ഥാപിക്കണം. കേരളത്തോട് സമ്പൂർണ്ണ വിവേചനമാണുള്ളത്. ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് നടക്കുന്നത്. കേരളത്തോട് ആലോചിക്കാതെയാണ് കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയതെന്നും കേരളത്തിന്റെ ഭാഗം വിശദീകരിക്കാൻ ഇപ്പോൾ ആളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരുകൾ മാറിയാലും മുല്ലപ്പെരിയാർ അടക്കം വൈകാരിക വിഷയങ്ങളിൽ തമിഴ്നാടിന് കടുത്ത നിലപാടാണ് തന്നെയാണ് ജോസഫ് വിജയും നിയമസഭയിൽ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സമ്മേളനത്തിന് ശേഷം മുല്ലപ്പെരിയാറിൽ വിഷയത്തിൽ വിജയുമായി ചർച്ച നടത്തുമെന്ന് VD സതീശൻ പറഞ്ഞതിന് പിറ്റേന്നാണ് തമിഴ്നാടിന്റെ നയപ്രഖ്യാപനം. സുപ്രീം കോടതി അനുമതി നൽകിയിട്ടും അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താൻ അനുവദിക്കാതെ പുതിയ അണക്കെട്ട് പണിയുമെന്ന് കേരളം ആവർത്തിക്കുകയാണെന്നാണ് തമിഴ്നാടിന്റെ വിമർശനം. പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾ തടയാനും വിജയ് ശ്രമിക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണി നടത്താനും ജലനിരപ്പ് ഉയർത്തുമെന്നും തമിഴ്നാട് നയപ്രഖ്യാപനത്തിൽ പറയുന്നുമുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.